കോഡർ ഗവാസ്കർ ട്രോഫിയിലെ 5ാം ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ നടന്നു വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരയിൽ 2-1 പിന്നിൽ നിൽക്കെ മത്സരം ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും സ്ഥിരം നായകൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടോസ് നേടിയ ജസ്പ്രീത് ബുംറ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ജസ്പ്രീത് ബുംറ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. 185 റൺസിന് ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു. എന്തായാലും ഇന്ത്യൻ ഇന്നിംഗ്സിൽ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്നത് വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ്. വെറും 17 റൺസ് മാത്രം നേടിയ താരം സ്കോട്ട് ബോളണ്ടിന് ഇരയായി മടങ്ങുകയായിരുന്നു. എന്താണോ അതിന്റെ ഏറ്റവും വലിയ ബലഹീനത, ആ ബലഹീനത തന്നെ ബാറ്റ് വെച്ചാണ് വിരാട് കോഹ്ലി മടങ്ങിയത്. വിരാട് കോഹ്ലിയെ പുറത്താക്കിയ സ്കോട്ട് ബോളണ്ട് ഇന്നത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വിരാട് കോഹ്ലിയെ പുറത്താക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയുമുണ്ട്, അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു എന്ന് മാത്രം. അവന്റെ ബലഹീനത എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. ആ ബലഹീനത തന്നെയാണ് ഞങ്ങൾ പന്തെറിഞ്ഞത്. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ പ്ലാൻ മാറ്റി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവന്റെ ബലഹീനതയിലേക്ക് പന്തെറിയാൻ തുടങ്ങി. അവിടെ ഞങ്ങൾക്ക് വിക്കറ്റും കിട്ടി. ഇതാണ് സ്കോട്ട് ബോളണ്ട് പറഞ്ഞ വാക്കുകൾ. എന്തായാലും മത്സരത്തിൽ വിരാട് കോഹ്ലി ക്രീസിലെത്തിയ ആദ്യ കുറച്ച് സമയങ്ങളിൽ സ്ഥിരമായി ഓഫ് സ്റ്റമ്പിന് പുറത്തേക്കായിരുന്നു ഓസ്ട്രേലിയൻ ബോളർമാർ പന്തെറിഞ്ഞത്. പിന്നീട് അവർ സ്ട്രെയിറ്റ് പന്തെറിയാൻ തുടങ്ങി. ആ സമയത്താണ് വിരാട് കോഹ്ലി സ്കോർ ചെയ്യാൻ നോക്കിയത്. എന്തായാലും ഒരിക്കൽ കൂടി വിരാട് കോഹ്ലിയുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് ഒരു പന്ത് വരുന്നു. അതിന് വിരാട് കോഹ്ലി കൃത്യമായ എഡ്ജ് നൽകി പുറത്താക്കുകയായിരുന്നു. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് തന്റെ പ്രശ്നം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി അറിയാം. അത് അദ്ദേഹം പരിഹരിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്തും ഇതുപോലുള്ള സ്കോട്ട് ബോളണ്ടുമാർ വിരാട് കോഹ്ലിക്കെതിരെ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.